പരാജയപ്പെട്ടവന്റെ നെഞ്ചത്തടിയാണ് കോൺഗ്രസിന്റെ വോട്ട് തട്ടിപ്പ് ആരോപണം എന്ന് പരിഹസിച്ച് ഇനി ബി.ജെ.പിക്ക് പിടിച്ചു നിൽക്കാനാകില്ല. കർണാടകയിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ ആകെയുള്ള 6.5 ലക്ഷം വോട്ടുകളിൽ 1 ലക്ഷത്തിലധികം വ്യാജ വോട്ടുകളായിരുന്നെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ പറഞ്ഞത് വോട്ടർ പട്ടികയിലെ വ്യാജ കൂട്ടിച്ചേർക്കലുകൾ പ്രദർശിപ്പിച്ചുകൊണ്ടാണ്. ആക്ഷേപിക്കുന്നതല്ലാതെ കൃത്യമായ മറുപടി കേന്ദ്രത്തിൽ നിന്നോ അവർ നിശ്ചയിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നോ ഉണ്ടായിട്ടില്ല. രാഹുൽ കള്ളത്തെളിവ് ഉണ്ടാക്കിയതാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാൻ വൈകരുത്, അല്ലെങ്കിൽ മറുപടി ഉണ്ടാകണം. ജനം ചതിക്കപ്പെട്ടോ എന്നും ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടോ എന്നുമുള്ള ചോദ്യത്തിന് ഉത്തരം പപ്പുവിളിയല്ല. AICC ആസ്ഥാനമായ ഡൽഹിയിലെ ഇന്ദിരാഭവനിലാണ് രാജ്യത്തെ നടുക്കിയ വ്യാജ വോട്ട് വിവരങ്ങൾ രാഹുൽ ഗാന്ധി പ്രദർശിപ്പിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി ഉണ്ടായിട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറഞ്ഞിരുന്നെങ്കിലും ആവശ്യമായ ഡിജിറ്റൽ വീഡിയോ രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകാതിരുന്നതിനാൽ കെട്ടുകണക്കിന് കടലാസ് രേഖകൾ വെച്ച് സംശയമുള്ള മണ്ഡലങ്ങളിൽ ഒന്നായ കർണാടക മഹാദേവപുരം നിയമസഭാ മണ്ഡലത്തിൽ പരിശോധന നടത്തിയെന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. BJP സ്ഥാനാർത്ഥി PC മോഹൻ വിജയിച്ച ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലാണ് മഹാദേവപുരയിലെ പരിശോധനയ്ക്ക് 6 മാസം വേണ്ടി വന്നു. ഒരൊറ്റ മണ്ഡലത്തിൽ മാത്രം 1 ലക്ഷത്തിലധികം വ്യാജ വോട്ടുകളുടെ കണക്ക് കേട്ട് ജനം തരിച്ചിരിക്കുകയാണ്. 32,707 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ബംഗളൂരു സെൻട്രലിൽ BJPക്ക് കിട്ടിയത്. മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ മാത്രം 1,250,000 വോട്ടുകളിൽ ക്രമക്കേട് നടന്നത്രേ. ഈ മണ്ഡലത്തിൽ 2009-ലെ 9,604 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് 2024-ൽ 1,14,046 ഉയർന്നത്. ഒരേ വോട്ടർമാരുടെ പേരും വിലാസവും 4 തവണ വരെ ആവർത്തിക്കുന്ന വോട്ടർ പട്ടികയുടെ പകർപ്പടക്കമുള്ള തെളിവുകൾ രാഹുൽ പ്രദർശിപ്പിച്ചു. പലർക്കും വീട്ടു നമ്പറില്ല, ചിലരുടെ വീട്ടു നമ്പർ 0ആണ്. ഒരു മുറിയുടെ വിലാസത്തിൽ 80 വോട്ടർമാർ വരെയുണ്ട്. പക്ഷേ പരിശോധനയിൽ അവിടെയെങ്ങും ആരുമില്ല. 40,009 തെറ്റായ വിലാസങ്ങൾ കണ്ടെത്തി. വോട്ടർമാരിൽ ചിലരുടെ പിതാവിന്റെ പേരിന്റെ സ്ഥാനത്ത് പരസ്പര ബന്ധമില്ലാത്ത അക്ഷരങ്ങൾ മാത്രം. 70-80 വയസ്സുള്ള കന്നി വോട്ടർമാരാണ് മറ്റൊരു കൗതുകം. ആരോപണങ്ങൾ ശരിയാണെങ്കിൽ കള്ളവോട്ട് എന്നതിനപ്പുറം കള്ള വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന അത്യന്തം ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറും. രാഷ്ട്രീയ ശൈലിയിൽ പരിഹാസം നടത്തുന്നതല്ലാതെ BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കള്ളവോട്ടുകളെക്കുറിച്ച് വിശദീകരണം നൽകാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. ചോദ്യം ഉന്നയിച്ചത് രാഹുൽ ഗാന്ധി ആണെങ്കിലും അതിപ്പോൾ ജനങ്ങളുടെ ചോദ്യമായി മാറി. ഡിജിറ്റൽ പതിപ്പുകൾ നൽകാത്തത് എന്തുകൊണ്ടാണ്? ബൂത്തിലെ വീഡിയോ ദൃശ്യങ്ങൾ കൊടുക്കാത്തത് എന്ത്? വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇത്ര വ്യാപകമായ തിരിമറി ഉണ്ടായതെങ്ങനെ? ചോദ്യങ്ങൾ ഉത്തരം തേടുകയാണ്. മഹാരാഷ്ട്രയിലും കർണാടകയിലും ഹരിയാനയിലും അടക്കം വൻതോതിലുള്ള തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് നടന്നതായും രാഹുൽ ആരോപിച്ചു. മഹാരാഷ്ട്രയിൽ 5 വർഷത്തിനിടെ ചേർത്തവരേക്കാൾ കൂടുതൽ പേരെ 5 മാസം കൊണ്ട് വോട്ടർ പട്ടികയിൽ ചേർത്തു. അങ്ങനെ 40 ലക്ഷം ദുരൂഹ വോട്ടർമാർ വന്നു. പോളിംഗ് 5 മണിക്ക് ശേഷം കുതിച്ചുയർന്നു. കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാനത്തെ വോട്ടർ പട്ടിക നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല. CCTV ദൃശ്യങ്ങൾ നൽകാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമങ്ങൾ മാറ്റി. 45 ദിവസം കഴിഞ്ഞപ്പോൾ ദൃശ്യങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. 2024-ൽ അധികാരത്തിൽ തുടരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 25 സീറ്റുകളെ മോഷ്ടിക്കേണ്ടി വന്നുള്ളൂവെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 33,000-ൽ താഴെ വോട്ടുകൾക്ക് 25 സീറ്റുകൾ BJP നേടിയെന്നുമാണ് രാഹുലിന്റെ ആരോപണം. ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ഇന്ത്യയിൽ ജനാധിപത്യത്തിന് കാവലേർപ്പെടുത്തേണ്ട സ്ഥിതിയായിരിക്കുന്നു. അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടാണ് രാഷ്ട്രീയ താല്പര്യങ്ങളുള്ള ചിലതൊഴിച്ച് രാജ്യത്തെ എല്ലാ മാധ്യമങ്ങളും ഈ വെളിപ്പെടുത്തലിന് വലിയ പ്രാധാന്യം കൊടുത്തത്. സുതാര്യമായ വോട്ടെടുപ്പില്ലെങ്കിൽ ജനാധിപത്യമില്ല. തന്റെ ഭരണകൂട നിർമ്മാണ അവകാശമാണ് വോട്ടെന്ന് കരുതി ഞെളിഞ്ഞു നിൽക്കുന്ന പൗരന്റെ നേരെ ചൂണ്ടിയ തോക്കാണ് കള്ളവോട്ട്. രാഹുലിന്റെ കളിത്തോക്കാണോ ഭരണകൂടത്തിന്റെ നിറത്തോക്കാണോ തങ്ങൾക്ക് നേരെ ചൂണ്ടിയിരിക്കുന്നതെന്ന് ജനം അറിയണം. നമ്മുടെ ജനാധിപത്യം വ്യാജമല്ലെന്നും അധികാരം പിൻവാതിലിലൂടെ അല്ലെന്നും എത്രയും വേഗം തെളിയിക്കൂ.